മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് 4, 3, 2 ഈക്വൽ ടു 0. ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ, ഇതാ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടത്, ഈ ഡയറക്ഷനിൽ. സോ 2 ഇൻറ്റു എക്സ് 2x മൈനസ് 3 ഇൻറ്റു 4 12 ഈക്വൽ ടു 0. ദെൻ 2x ഈക്വൽ ടു 12, x ഈക്വൽ ടു 12/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. രണ്ടാമത്തെ ചോദ്യം, ഇഫ് എ ഈക്വൽ ടു 103, 211, 042, വെരിഫൈ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഐ ഈക്വൽ ടു അഡ്ജ് എ ഇൻറ്റു എ എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടെത്തണം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 1 ഇൻറ്റു ഈ വണ്ണിരിക്കുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കും. ഡിറ്റർമിനൻറ്റ് അറിയാതെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 2s are 2 മൈനസ് 1 4s are 4. ഇനി നമ്മൾ കൊടുക്കേണ്ട സൈൻ മൈനസ് ആണ്. മൈനസ് 0 ഇൻറ്റു ഈ ബാക്കി പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫുൾ 0 ആവില്ല, അതുകൊണ്ട് നമ്മൾ ആ ടൈം അവിടെ എഴുതണമെന്നില്ല. ദെൻ പ്ലസ് 3 ഇൻറ്റു ഈ കോളവും ഈ റോയും ക്യാൻസലായ 4 2s are 8 മൈനസ് 0 ഇൻറ്റു 1 0. സോ ആൻസർ ഈസ് 1 ഇൻറ്റു minus 2 plus 3 into 8, that is minus 2 plus 24, that is equal to answer is 22. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ യുടെ വാല്യൂ എന്ന് പറയുന്നത് 22 ആണ്. ദെൻ ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടെത്തണം. അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ കോഫാക്ടർ എലമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ലെറ്റ് Cij ഡിനോട്ട് ദ കോഫാക്ടർ കേട്ടോ. കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ Cij എന്നും ഡിനോട്ട് ദ കോഫാക്ടർ അങ്ങനെ എഴുതണമെന്നൊന്നും ഇല്ല, ഞാൻ വെറുതെ എഴുതുന്നുള്ളൂ കേട്ടോ. കോഫാക്ടർ ഓഫ് Aij ഇൻ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. അപ്പോൾ C11 നമ്മൾ എഴുതാൻ പോവാം. അപ്പോൾ C11 എന്ന് പറയുമ്പോൾ A11ൻ്റെ റോയും A11ൻ്റെ കോളവും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 1142ൻ്റെ ഡിറ്റർമിനൻറ്റ് 1142ൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 2s are 2, 1 4s are 4, 2 minus 4, that is minus 2 എന്ന് കിട്ടും. ദെൻ അടുത്തത് നമ്മൾ എന്ത് എഴുതണം? C12 അങ്ങനെ എല്ലാം കണ്ടെത്തണേ. C12, C13, C21, C22, C23, അത് കഴിഞ്ഞിട്ട് C31, C32, C33. ഇത്രയും ചെയ്യാൻ അറിയാമല്ലോ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എഴുതി പോകാവേ. ഒരെണ്ണോട് നിങ്ങൾക്ക് നല്ലപോലെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകില്ല. അപ്പോൾ C12 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? C12 കണ്ടുപിടിക്കുന്നത് C12 എന്ന് പറഞ്ഞാൽ A12 ഇതാണ്. ഈ റോയും ഈ കോളവും ക്യാൻസലായി ബാക്കി വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ്, അതായത് എന്താണ്? 2 1 0 2. അപ്പോൾ 2 2s are 4 minus 0, that is also 4 minus 0 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും 2 2s are 4 minus 0, that is equal to 4 എന്ന് കിട്ടും. C12 is equal to, ഇനി ഇതിൽ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ 1 + 1 പോസിറ്റീവ് നമ്പറാണ്, ഇത് 2 + 1 3 ആണ്. അപ്പോൾ -1 all raised to 1 + 1 എന്നുള്ള M11ൻ്റെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 + 2 എന്താ 3 വരുമ്പോൾ ഓഡ് നമ്പർ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണം. അടുത്ത C13 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും ക്യാൻസലായി 4 2s are 8 minus 0. ഒന്ന് ഫുള്ളായിട്ട് എഴുതിയേക്കാം. 2 1 0 4. 4 2s are 8 minus 0, that is equal to 8. 3 1 4 ആണ്, അതുകൊണ്ട് പോസിറ്റീവ് 8 ആണ് അവിടെ വരുന്നത് കേട്ടോ. ബാക്കിയുള്ള ആൻസേഴ്സ് ഞാൻ എഴുതി പോകാവേ. ഇവിടെ ഞാൻ എല്ലാ ആൻസേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഓഡ് നമ്പർ വരുന്നതല്ലേ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 2 5 എന്നുള്ളത് ഓഡ് നമ്പർ ആണല്ലോ, അവിടെ നെഗറ്റീവ് നമ്പർ കൊടുക്കേണ്ടത്. എന്താ അവിടെ നെഗറ്റീവ് വരാതിരുന്നത്? C32യുടെ വാല്യൂ നമുക്ക് നോക്കാം. C32 എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് റോയിലെ സെക്കൻഡ് കോളം, അതായത് ഇതാണ് C32 ആയിട്ട് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ റോയും ആ കോളവും ക്യാൻസലാക്കി ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്നത് ഇവിടെ ഞാൻ എഴുതിയേക്കാം. ബാക്കി വരുന്നത് 1
ഇത് രണ്ടും ക്യാൻസലായാലും 1 3 2 1 ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. 1 1s are 1 minus 3 2s are 6 that is equal to -5. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന ഒരു മൈനസാണ്. ഇവിടെ 3 2 എന്നുള്ളത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും ഓഡ് നമ്പർ ആയതുകൊണ്ടും അതും മൈനസാണ്. സോ മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരണം? +5 വരണം. അങ്ങനെയാണ് നമുക്കിവിടെ എന്ത് വന്നത്? 5 വന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ കോഫാക്ടർ എലമെൻറ്റ് ഫുള്ളായിട്ട് എഴുതി. അപ്പോൾ ഇത് ഇതിൻ്റെ മെട്രിക്സ് എഴുതാം. -2 -4 8 12 2 -4 -3 5 1. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതാണ് എന്ത്? അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റോയെ കോളമായും കോളത്തെ റോയായും എഴുതുന്നതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. സോ അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഈ കോളത്തെ എന്താക്കി എഴുതണം? റോയാക്കി. -2 12 -3 -4 2 5 8 -4 1. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി ഈ കിട്ടിയ ആൻസേഴ്സ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇത് രണ്ടും കിട്ടുന്ന ആൻസറും ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐയും അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എയും സെയിം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഒന്ന് ചെയ്യാമേ. ഓൾറെഡി നമ്മൾ അഡ്ജോയിൻ്റ് ഓഫ് എ എയുടെ വാല്യൂ എ എന്ന് പറയുന്നത് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എഴുതാം. എ എന്ന് പറയുന്നത് എ ഇൻറ്റു അഡ്ജി എ ദാറ്റ് ഈസ് ഈക്വൽ ടു 103 211 042. അതിനോടുകൂടി എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു? അഡ്ജോയിൻ്റ് ഓഫ് എ. അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടി നമുക്ക് എന്താ? -2 12 -3 -4 2 5 8 -4 1. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. ഇവിടുത്തെ റോയെ ഇതിലെ കോളം കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ മറന്നു പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ 1 ഇൻറ്റു -2 -2 പ്ലസ് 0 ഇൻറ്റു -4 0 3 ഇൻറ്റു 8 24. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. അടുത്ത വീണ്ടും ഫസ്റ്റ് റോയെ സെക്കൻഡ് കോളം കൊണ്ട് 1 ഇൻറ്റു 12 12 പ്ലസ് 0 ഇൻറ്റു 2 0 പ്ലസ് 3 ഇൻറ്റു -4 -12. അടുത്ത് വീണ്ടും ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തെ ചെയ്യണം. 1 ഇൻറ്റു -3 -3 0 ഇൻറ്റു 5 0 3 ഇൻറ്റു 1 3. ഫസ്റ്റ് റോയായേ നമ്മളതിനെ ഒരു മെട്രിക്സ് പോലെയൊക്കെ എഴുതി വയ്ക്കണേ. അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം റെസ്പെക്റ്റീവ്ലി. സോ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 12 24 പ്ലസ് 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു -4 -4. ഇവിടെ 2 ഇൻറ്റു മാറിപ്പോയി, ഒരു മിനിറ്റ്. 2 ഇൻറ്റു -2 -4 1 ഇൻറ്റു -4 -4 1 ഇൻറ്റു 8 8. അടുത്തത് 2 ഇൻറ്റു 12 24 1 ഇൻറ്റു 2 2 1 ഇൻറ്റു -4 -4. അടുത്തത് 2 ഇൻറ്റു -3 -3 1 ഇൻറ്റു 5 5 1 ഇൻറ്റു 1 1. ബാക്കി ഞാൻ വേഗം എഴുതിയേക്കാമേ. അപ്പോൾ എ ഇൻറ്റു അഡ്ജി എൻ്റെ ആൻസർ എഴുതാൻ പോവാണ്. എ ഇൻറ്റു അഡ്ജി എ ഈക്വൽ ടു മെട്രിക്സിനകത്ത് എന്ത് വരണം? -2 + 0 + 24 എന്ന് വെച്ചാൽ 22 + 12 -12 0 വരും. ഇതും 0 വരും. എഗൈൻ ഇത് -4 -4 -8 + 8 0 വരും. 24 + 2 26 -4 22 വരും. 6 5 1 6 -6 + 6 0 ആകും. ഇവിടെ 0 വരും, ഇവിടെയും 0 വരും. 20 + 2 22. സോ എ ഇൻറ്റു അഡ്ജി എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണല്ലേ. ദെൻ അടുത്തത് എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നില്ല. ഡിറ്റർമിനൻ്റ് ഓഫ് എ എത്രയായിരുന്നു? ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 22 ആയിരുന്നു. 22നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്? ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ?
1 0 0 0 1 0 0 0 1. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 22 ഇൻറ്റു 1 22, 22 ഇൻറ്റു 0 0 0. ഇവിടെ 0 22 0, ഇവിടെ 0 0 22. അപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജിയെയും ഡിറ്റർമിനൻ്റ് ഇവിടെ കിട്ടിയ ഈ ആൻസറും നോക്ക്, ഈ ആൻസറും സെയിം ആണല്ലേ, രണ്ട് സെയിം ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് പറഞ്ഞേക്കുന്ന അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. യഥാർത്ഥ അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ അത് തന്നെയായിരിക്കും കിട്ടുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എയും കൂടെ ചെയ്ത് നോക്കാം. -2 ഇൻറ്റു 1 -2 പ്ലസ് 12 ഇൻറ്റു 2 24 പ്ലസ് -3 ഇൻറ്റു 0 0. ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലേ. 24 - 2 എന്ത് വരും? 22 തുടങ്ങാം അല്ലേ. അടുത്തതും കൂടി ഒന്ന് നോക്കിയേക്കാം. ദെൻ -2 ഇൻറ്റു 0 0 പ്ലസ് 12 ഇൻറ്റു 1 12 പ്ലസ് -3 ഇൻറ്റു 4 -12 എന്ത് വന്നു? അത് 0 വന്നു. സോ ഇത് ഫുൾ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എഴുതാം. അപ്പം നമുക്ക് കിട്ടിയ അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എയുടെ വാല്യൂ അത് തന്നെയാണ്. സോ ഹെൻസ് വെരിഫൈഡ് എന്ന് നമുക്ക് എഴുതാം. ഹെൻസ് വെരിഫൈഡ് ദാറ്റ് എന്ത് എഴുതാം? എ ഇൻറ്റു അഡ്ജി എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു അഡ്ജി എ ഇൻറ്റു എ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം ഉള്ളത്, ഫൈൻഡ് എ ഇൻവേഴ്സ് ഇഫ് എ ഈക്വൽ ടു 1 2 3 4. അപ്പം നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോൺ സിംഗുലാർ ആയിരിക്കണം. എന്താണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ നോൺ സിംഗുലാർ എന്ന് വെച്ചാൽ, ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 വന്നാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോൺ സിംഗുലാർ ആണ്. ദെർഫോർ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്. ഓക്കെ, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോൺ സിംഗുലാർ ആയിരിക്കണം. നോൺ സിംഗുലാർ എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 1 4s are 4 -3 2s are 6. ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ദിസ് ഈസ് നോട്ട് 0. So it is non-singular. Therefore A inverse find out in the equation A inverse equal to 1 by determinant of A into adjoint of A എന്നുള്ള ഇക്വേഷനാണ്. നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1 by determinant of A into adjoint of A. ഇനി adjoint of A എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് ഞാൻ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. എങ്കിലും adjoint of A കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എ ഈക്വൽ ടു 1 2 3 4 ആണല്ലോ. അപ്പോൾ നമ്മൾ അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ACIJ. ഇവിടെ നമ്മൾ C11 ചെയ്യുക. C11 എന്ന് വെച്ചാൽ എന്താണ്? M11 -1 ഓൾ റേസ് ടു 1 + 1 ഇൻറ്റു M11 എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ M11 ആരാണ്? മൈനർ എന്ന് പറയുന്ന ആരാണ്? ഇത് രണ്ടും കളഞ്ഞിട്ട് വരുന്ന 4 ആണ്. അതായത് -1 ഓൾ റേസ് ടു 1 + 1 4. ഓക്കെ, അടുത്തത് C12 എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും കളഞ്ഞിട്ടുള്ളത്, അതായത് -1 ഓൾ റേസ് ടു 1 + 2 ഇൻറ്റു M12. അപ്പോൾ ഇവിടെ നോക്കുക, M11 എന്ന് പറയുന്ന വാല്യൂ ആരാണ്? M11 എന്ന് പറയുന്നത് -1 ഓൾ റേസ് ടു 1 + 1 ഇൻറ്റു 4. അങ്ങനോട് എഴുതിയായിരുന്നല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഓൾ റേസ് 1 + 1 എന്ന് വെച്ചാൽ -1 ഓൾ റേസ് 2. അപ്പോൾ -1ൻ്റെ പവർ ഈവൻ നമ്പർ വന്നാൽ അത് പോസിറ്റീവാണ്. സോ +1 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 തന്നെ വരും. ഇവിടെയോ M12 എന്ന് പറയുന്ന ആരാണ്? M12 -1 ഓൾ റേസ് ടു 1 + 2 ഇൻറ്റു M12 എന്ന് പറയുന്ന ഈ M12 എടുത്താൽ ആ റോയിലെയും ആ കോളത്തിലെയും എലമെൻറ്റ് അവോയ്ഡ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന 3 ആണ് M12. അപ്പോൾ ഇവിടെ 1 + 2 എന്താ? 3 വരും. -1 റേസ് ടു 3 പവർ ഓഡ് നമ്പർ വന്നാൽ അത് നെഗറ്റീവാണ്. സോ ഇവിടെ -3 എന്ന് വരും. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നെഗറ്റീവും പോസിറ്റീവും വന്ന ടീച്ചർ പറഞ്ഞിരുന്നല്ലേ. ഇനി അടുത്ത എന്നാ? C21 C22. ഇനി ഇത്ര വിശാലമായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 2 1 3 അല്ലേ. അപ്പോൾ ഓഡ് നമ്പർ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പർ എടുത്താൽ ഇതും കളഞ്ഞാൽ ബാക്കി -2 എന്ന് ഒറ്റയടിക്ക് എഴുതാം. C22 വന്നാലോ? ഇതെടുത്താൽ ഇത് രണ്ടും ഒഴിവാക്കി 1 വരും. C22 പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് 1 വരും. ഇനി നമ്മൾ അഡ്ജോയിൻ്റ് ഓഫ് എ എഴുതാൻ പോവാം. സോ അഡ്ജി എ ഈക്വൽ ടു
അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 4. നമ്മളിവിടെ കിട്ടിയ വാല്യൂ ഓർക്കുന്നില്ലേ? 4 -3 -2 1ൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ട്രാൻസ്പോസ് എടുക്കുന്നത് മറന്നുപോയി തെറ്റിപ്പോ. സോ 4 -2 -3 1 എന്നുള്ളതാണ് എന്ത്? അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. എന്താണ്? 1/det ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/det ഓഫ് എ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിരുന്നു. എന്താണ്? -2. 1/-2 ഇൻറ്റു എന്ത് വരും? 4 -2 -3 1. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതി നിർത്താം, അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിനെയും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4/-2 -2/2 -3/2 1/-2 എന്ന് എഴുതാം. കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കട്ട് ചെയ്ത് എഴുതാം കേട്ടോ. കട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 4/-2 എന്ന് വെച്ചാൽ -2 വരും. -1 -3/2 ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ തന്നെ എഴുതാം. -1/2 എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. സോറി, ഇവിടെ ഒരു -2 ആയിരുന്നല്ലോ. -2ഉം -3/2 ഇവിടെ കട്ടായാൽ ഇവിടെ പോസിറ്റീവ് വരും കേട്ടോ. സോ 3/2 എന്നാണ് ഫൈനൽ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് x³ + y³ = 3axy ഫൈൻഡ് dy/dx. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യണം കേട്ടോ. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്താൽ x³ ഡെറിവേറ്റീവ് നമുക്കറിയാം അല്ലേ? x³ ഡെറിവേറ്റീവ് 3x² + y³ വിത്ത് റെസ്പെക്ട് ടു എക്സിലായതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതണം? 3y² എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു dy/dx കൂടി അഡീഷണൽ വരും. വിത്ത് റെസ്പെക്ട് ടു എക്സിലാവുന്നത് കൊണ്ടാണ് വൈയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y² dy/dx ആവുന്നത്. ദെൻ ഹിയർ ഈ 3axyയിൽ 3a എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടൈമാണ്. അതിനെ നമ്മൾ പുറത്തെടുത്താൽ ബാക്കി x × y എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ നമുക്കറിയാം. പ്രോഡക്റ്റ് റൂൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. വിത്ത് റെസ്പെക്ട് ടു എക്സിലായതുകൊണ്ട് വൈയുടെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ദെൻ 3x² + 3y² ഇൻറ്റു dy/dx ഈക്വൽ ടു 3ax dy. ഈ ബ്രാക്കറ്റ് പൊട്ടിച്ചു കേട്ടോ. dy/dx പ്ലസ് 3ay എന്ന് എഴുതി. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ dy/dx മാത്രമുള്ള ടേംസിനെ ഒന്നിച്ചാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് 3y² dy/dx മൈനസ് 3ax dy/dx ഈക്വൽ ടു 3ay ഈക്വൽ ടു ഇപ്പുറത്തിരുന്ന് അങ്ങനെ തന്നെ എഴുതി. ഈ പ്ലസ് 3x² ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -3x² എന്നാവും. ഹിയർ നമ്മളിവിടെ രണ്ടിടത്തുനിന്ന് dy/dx എന്ത് ചെയ്യുന്നു? നമ്മൾ പുറത്തേക്ക് എടുക്കുക. സോ dy/dx ഇൻറ്റു 3y² മൈനസ് 3ax ഈക്വൽ ടു 3ay മൈനസ് 3x². ഇതിനകത്ത് നമുക്ക് ഫൈൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് dy/dx എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് dy/dx ഇവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആൾ അങ്ങോട്ടേക്ക് ചാടിച്ചാൽ മതിയാവും. dy/dx ഈക്വൽ ടു 3ay മൈനസ് 3x² ഡിവൈഡഡ് ബൈ 3y² മൈനസ് 3ax. എല്ലാത്തിലും കണ്ടോ 3 കോമണാണ്. അത് നമുക്ക് കട്ട് ചെയ്തേക്കാം. എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റാണ്. പക്ഷേ നമ്മൾ കോമൺ പുറത്തെടുത്തിട്ട് കട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചോണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രണ്ടിടത്തുനിന്നും 3 പുറത്തെടുത്തു. റിമൈനിങ് ay മൈനസ് x². താഴെയും 3 പുറത്തെടുത്തു. y² മൈനസ് ax. രണ്ടിടത്തെയും 3 കട്ടായാൽ ബാക്കി ay മൈനസ് x² ഡിവൈഡഡ് ബൈ y² മൈനസ് ax എന്ന് വരും. സോ ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? എക്സും വൈ മിക്സ് ആയിട്ട് കിടക്കും. നമ്മളതിനെ dy/dxയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ y ഈക്വൽ ടു √sin x പ്ലസ് √sin x പ്ലസ് √sin x പ്ലസ് എക്സെട്രാ പ്ലസ് ഇൻഫിനിറ്റി ഇതാണ്. അപ്പോൾ എത്ര √sin x ഉണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? y എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ y ഈക്വൽ ടു √sin x പ്ലസ് ഈ ബാക്കി √sin x പ്ലസ് √sin x പ്ലസ് എക്സെട്രാ പ്ലസ് ഇൻഫിനിറ്റി എത്ര ഉണ്ടെന്ന് നമുക്കറിഞ്ഞല്ലോ. അതിനെ നമുക്ക് എന്തെന്ന് തന്നെ വിളിക്കാം? y എന്ന് വിളിക്കാമല്ലോ. സോ y ഈക്വൽ ടു √sin x പ്ലസ് y എന്ന് നമുക്കിനി ഈസി ആയിട്ട് വിളിക്കാം. സോ ഈ റൂട്ട് നമുക്കിവിടെ ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് y² ഈക്വൽ ടു
പ്രൂവ് ദാറ്റ് dy ബൈ ഡി എക്സ് ഒന്നും കൂടി ഉണ്ടേ. dy ബൈ ഡി എക്സ് പ്രൂവ് ദാറ്റ് dy ബൈ ഡി എക്സ്. അപ്പം y സ്ക്വയർ ഈക്വൽ ടു എന്തായി? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. ഈ സൈഡിലും സ്ക്വയർ ചെയ്തു, ഈ സൈഡിലും സ്ക്വയർ ചെയ്തു. അപ്പോൾ വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ ഒന്ന് ഒരു റൂട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ സ്ക്വയർ എടുത്താൽ റൂട്ടും പോവും സ്ക്വയറും പോവും. എന്തായി മാറും? ജസ്റ്റ് സൈൻ എക്സ് പ്ലസ് വൈ എന്നാവും. സോ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സാധനം നമുക്ക് കിട്ടി അല്ലേ? വൈ ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? dy ബൈ ഡി എക്സ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പം നമ്മൾ പഴയതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y, അതിൻ്റെ കൂടെ എന്ത് വരും? ഒരു dy ബൈ ഡി എക്സും കൂടി വരും. ദെൻ ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ്. ഇത് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? dy ബൈ ഡി എക്സ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. സോ 2y dy ബൈ ഡി എക്സ് മൈനസ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് വരും. dy ബൈ ഡി എക്സ് പുറത്തെടുത്താൽ 2y മൈനസ് 1 ഈക്വൽ ടു കോസ് എക്സ് എന്ന് വരും. dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യണം? കോസ് എക്സിൻ്റെ അടിയിലേക്ക് 2y മൈനസ് 1 വരും. അതായത് ഇൻറ്റു അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും എന്നുള്ള കോൺസെപ്റ്റ്. ക്ലിയർ ആയോ? dy ബൈ ഡി എക്സ് കിട്ടിയത് കണ്ടോ? അടുത്തത് ലോഗരിതമിക് ഫംഗ്ഷനാണ് കേട്ടോ. അതായത് ഒരു പവറിൻ്റെ മുകളിൽ ഒരു പവർ വന്നാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. തൊട്ട് മുമ്പത്തത് ഇംപ്ലിസിറ്റ് ആയിരുന്നു, ഇത് ലോഗരിതമിക് ഫംഗ്ഷനാണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഒന്ന് എടുത്തെഴുതുക. y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. അപ്പോൾ ഇങ്ങനെ പവർ വരുന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ ലോഗ് അല്ലേ? രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ്. അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലോഗരിതമിക് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് വെച്ചാൽ എൻ ലോഗ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ ഒരു റൂളുണ്ട് കേട്ടോ. +1 നിങ്ങളൊരു ഫംഗ്ഷൻ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ലോഗ് y ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ഈ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങോട്ടേക്ക് എഴുതാം, എക്സ് ലോഗ് എക്സ്. ഇനി എന്ത് ചെയ്യുക? പറഞ്ഞ പോലെ തന്നെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്താൽ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1/y കൂടെ എന്ത് വരണം? dy ബൈ ഡി എക്സ്. അത് മറന്നു പോകല്ലോ കേട്ടോ. പ്ലസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഈക്വൽ ടു. ഇനി ഇവിടെ ഇതൊരു ഫംഗ്ഷനാണ്, പ്രോഡക്റ്റ് റൂളാണ്. എക്സ് എന്നൊരു ഫംഗ്ഷനും ലോഗ് എക്സ് എന്ന ഒരു ഫംഗ്ഷനും ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുക. പ്രോഡക്റ്റ് റൂൾ അവിടെ ഉപയോഗിക്കണം. പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഒക്കെ അറിയാമല്ലോ, അതൊക്കെ +1 നമ്മൾ ബേസിക്ക് സ്റ്റാർട്ട് ചെയ്താണ്. അതെല്ലാം പറയാൻ പോയാൽ നേരം പോകും കേട്ടോ. സോ ഇവിടെ 1/y dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായി? എക്സും എക്സും കട്ടായി പോയാൽ ഇവിടെ എന്ത് വരും? 1 പ്ലസ് ലോഗ് എക്സ്. ഫൈനലി നമുക്ക് ഫൈൻഡ് dy ബൈ ഡി എക്സ്. അപ്പോൾ ഈ y അധികപ്പെട്ടല്ലേ, yനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. സോ dy ബൈ ഡി എക്സ് ഈക്വൽ ടു y ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഓൾറെഡി നമ്മൾ y എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്? എക്സ് റേസ് ടു എക്സ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ഇൻ ദ പ്ലേസ് ഓഫ് y എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഓക്കെ, ഇത് ഡിഫറൻഷിയേറ്റ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് എന്നാണ്. ഇത് ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷനാണ് കേട്ടോ. അതായത് നമ്മളിവിടെ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് ടാൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്കിതിനെ എത്തിക്കണം. ടാൻ ഇൻവേഴ്സ് ടാൻ നമുക്ക് 1 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാനിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇവിടെ പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഈക്വേഷൻ എങ്ങനെയായി മാറും? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ റിസൾട്ട് നമുക്കറിയാം അല്ലേ? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ തന്നെ എന്തായി മാറും? ജസ്റ്റ് സീക്ക് തീറ്റ എന്നായി മാറും. സോ ഇവിടെ എന്ത് എഴുതാം നമുക്ക്? ടാൻ ഇൻവേഴ്സ് സീക്ക് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എന്നാവും. ഇനി ഇവിടെയും കുറച്ച് ബേസിക് റിസൾട്ട് നമ്മൾ ആ 10th ക്ലാസ്സിലേക്ക് ഒന്നുകൂടി ഒന്ന് പോയാൽ സീക്ക് തീറ്റ എന്ന് പറയുന്ന ആരുടെ ഓപ്പോസിറ്റാണ്?
കോസിൻ്റെ ഓപ്പോസിറ്റ്. സോ 1 cos θ - 1 ഡിവൈഡഡ് tan θ നമുക്ക് എങ്ങനെ എഴുതാം? sin θ cos θ എന്ന് എഴുതാം. സോ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ LCM എടുത്താൽ എന്ത് വരും? ഇവിടെ എഴുതാവേ. tan ഇൻവേഴ്സ് ഇവിടെ LCM എടുത്താൽ 1 - cos θ ഡിവൈഡഡ് cos θ എന്നും താഴെ ഒരു വലിയ ബ്രാക്കറ്റാണ്, താഴെ sin θ cos θ എന്നും വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ cos θയും ഈ cos θയും കൂടെ വെട്ടിപ്പോവും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? tan ഇൻവേഴ്സ് 1 - cos θ ഡിവൈഡഡ് sin θ എന്ന് വരും. ഇവിടെയും പിള്ളേരെ നിങ്ങൾ ഞെട്ടിപ്പോകുന്നു വേണ്ട, ഇവിടെ ഇനി റിസൾട്ട് ഉണ്ട്. 1 - cos θയുടെ റിസൾട്ട് നിങ്ങൾക്കറിയാമോ? 1 - cos θ എന്ന് വെച്ചാൽ tan ഇൻവേഴ്സ്, ഈ tan ഇൻവേഴ്സ് ഇങ്ങനെ കൂടെ കൊണ്ടുപോകണം കേട്ടോ, അതിനെ ഇട്ടിട്ട് പോലെ. 1 - cos θയ്ക്ക് റിസൾട്ട് ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? 2 sin square θ/2 ഡിവൈഡഡ് sin θനെ നമുക്ക് എങ്ങനെ വിളിക്കാം? 2 sin θ/2 cos θ/2 എന്ന് റിസൾട്ട് ഉണ്ട്. ഇവിടെയും കണ്ട കട്ടാക്കി കളയാനുള്ള ഒരു 2 കട്ടാവും. ഈ sin square θ/2 ഒരാളും ഈ ഒരു sin θ/2 കട്ടാവും. ബാക്കി എന്ത് വരും? tan ഇൻവേഴ്സ് sin θ/2 cos θ/2. sin ബൈ കോസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നേ? ഇവിടെ നിന്ന് നമ്മൾ എഴുതിയായിരുന്നില്ല. ടാനിനെ നമ്മൾ എങ്ങനെ എഴുതി? sin ബൈ കോസ് എഴുതില്ല. അപ്പോൾ sin ബൈ കോസിനെ നമുക്ക് എങ്ങനെ എഴുതാം? tan എന്ന് എഴുതാം. ഇവിടെയോട്ട് എഴുതാം. തീർച്ചയായിട്ടും ഉള്ളത് ഇവിടെയാണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് sin θ/2 cos θ/2 എന്ന് വെച്ചാൽ tan θ/2 എന്ന് വരും. സോ tan ഇൻവേഴ്സ് tan ടീച്ചർ മുമ്പ് പറഞ്ഞ് 1 ആയ സോ ജസ്റ്റ് θ/2 എന്ന് വരും ഉത്തരം. ഓക്കെ, θ/2 തീറ്റ ഇവിടെ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചോളുക. ഇവിടെ ഞാൻ വാല്യൂ കൊടുത്തത് x = tan θ എന്നല്ലേ? ഒന്ന് വായിച്ചിട്ട് പറയാം. ഹിയർ ഈ x = tan θ ആണെങ്കിൽ θ = tan ഇൻവേഴ്സ് x എന്ന് എനിക്ക് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായി മാറും? തീറ്റയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതണം? tan ഇൻവേഴ്സ് x/2 അവിടെ കിടക്കുന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്കിനെ മാറ്റി 1/2 ഓഫ് tan ഇൻവേഴ്സ് x എന്ന് എഴുതുന്നതിനും തെറ്റില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ y = കിട്ടിയിരിക്കുന്നത് കേട്ടോ. y = 1/2 tan ഇൻവേഴ്സ് x ആണ്. നമുക്ക് എന്താ കണ്ടെത്തണ്ടേ? dy/dx. dy/dx ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റിനെ മാറ്റി നിർത്തി tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 + x². സോ ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. ഇത് രണ്ട് ഫംഗ്ഷൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടിയിലൊരു ഫംഗ്ഷനും വൈ വിത്ത് റെസ്പെക്ട് ടു ടിയിലുമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കണ്ടെത്തേണ്ടത് dy/dx ആണ്. ഇത്തരം ഇക്വേഷൻ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എന്നാണ്. അപ്പോൾ പാരാമീറ്റർ ആയിട്ടുള്ള ഇവിടെ ടീനെ നമുക്ക് എന്ത് ചെയ്യണം? ടീനെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് dx/dt = sin 2tയുടെ ഡെറിവേറ്റീവ് എന്താ? sin 2tയുടെ cos 2t ആണ്. പക്ഷേ 2 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2 എക്സ്ട്രാ വരും. 2 × cos 2t. അതുപോലെ y വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ ഇതെന്താവും? dy/dt = 2 cos tയുടെ എന്ത് വരും? 2 cos tയുടെ -2 sin t, അതായത് cos xൻ്റെ -sin x ആണ്. അപ്പോൾ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ മൈനസും കൂടെ വരുമ്പോൾ -2 sin t എന്ന് വരും. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? dy/dx ഇല്ലേ? അപ്പോൾ dy/dtയെ dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്താലേ ഡിറ്റിയും ഡിറ്റിയും കട്ടാവില്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, dy/dt ഡിവൈഡഡ് ബൈ dx/dt ചെയ്താൽ ഡിറ്റിയും ഡിറ്റിയും കട്ടായി നമുക്ക് എന്ത് കിട്ടും? dy/dx. അപ്പോൾ ആരെയാണ് മുകളിൽ എഴുതുക? ഡിവൈനെയാണ് ആദ്യം എഴുതേണ്ടത്. -2 sin t ഡിവൈഡഡ് ബൈ 2 cos 2t. ഇതിനകത്ത് ഈ 2ഉം 2ഉം കട്ടായാൽ ബാക്കി -sin t ഡിവൈഡഡ് ബൈ cos 2t എന്ന് വരും. ഇതിന് മാറ്റാനൊന്നുമില്ല. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. പിന്നെ വേണമെങ്കിൽ ഇത് tan എന്ന് വല്ലതും എഴുതാൻ പറ്റുമോ? ഇല്ല. ഇത് sin t, ഇത് cos 2t ആണ്. cos 2t വേണമെങ്കിൽ നമുക്ക് -sin t 1/cos ആരുടെ ഓപ്പോസിറ്റാണെന്ന് വെച്ചാൽ സീക്കിൻ്റെ ഓപ്പോസിറ്റ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, sec 2t എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, verify mean value theorem for the function f of x = x² - 4 in the interval closed interval -2 to
എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് 3 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഈസ് പ്രൂവ് ചെയ്യണം എന്നല്ല, നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ലെറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ -2 to എന്നെഴുതാം. അതായത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് കണ്ടിന്യൂസും അതുപോലെ തന്നെ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ നമുക്കിവിടെ എന്ത് എഴുതാം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഴുതാം ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² - 4 എന്ന് എഴുതാം. ഈസ് കണ്ടിന്യൂസ്. ഇത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ. പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും കേട്ടോ. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ്. സോ എഫ് ഈസ് കണ്ടിന്യൂസ് നമുക്ക് എഴുതാം. എഫ് ഈസ് കണ്ടിന്യൂസ്. അതുപോലെ എന്ത് എഴുതാം? നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് എന്ന് എഴുതാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാമല്ലോ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു x² ഡെറിവേറ്റീവ് 2x എന്ന് ജസ്റ്റ് 2x എന്ന് വരും. ഇനി നമ്മൾക്ക് ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സിസ്റ്റ് ആയാൽ നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആണ്. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ദ ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ -2 എന്ന് നിങ്ങൾ എഴുതണം. എന്താണ് ഓപ്പൺ ഇൻ്റർവൽ? നമ്മൾ -2ഉം 2ഉം കൂടി ഉൾപ്പെടുത്തണം. ഓപ്പൺ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 2ഉം -2ഉം ഇൻക്ലൂഡഡ് ആണെന്നാണ് അർത്ഥം. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പാണ് മെയിൻ പോയിന്റ്. ഫസ്റ്റ് നമ്മളിത് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നു. സെക്കൻഡ് നമ്മൾ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നു. ഓപ്പൺ ഇൻ്റർവൽ -2 എന്ന് പറയുന്നു. തേർഡ് സ്റ്റെപ്പാണ് മെയിൻ പോയിന്റ്. അത് ശ്രദ്ധിച്ചോണം. എന്താണ്? എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് എഫ് ഡാഷ് ഓഫ് സി? അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് 2x എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് വെച്ചാൽ 2c എന്ന് എഴുതിയാൽ മതിയാവും കേട്ടോ. എഫ് ഡാഷ് ഓഫ് സി അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് 2x ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് വെച്ചാൽ 2c ഈക്വൽ ടു എഫ് ഓഫ് ബി. ഇതാണല്ലോ എഫ് ഓഫ് ബി. എഫ് ഓഫ് ബിയിൽ ഇത് ഈ പറയുന്ന പോയിൻ്റാണ് -2 എന്നുള്ളതിനകത്ത് -a ഈക്വൽ ടു -2ഉം b ഈക്വൽ ടു 2 ആണ്. അത് ഓർത്തിരുന്നോണേ. ഇനി എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? 2² - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. ഇവിടെ ഞാൻ സൈഡിൽ നല്ല എഴുതിയേക്കാവേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടത്തില്ല. എന്താണ് എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ 2² - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എഫ് ഓഫ് എ എന്ന് വെച്ചാൽ -2ൻ്റെ സ്ക്വയർ -4 ദാറ്റ് ഈസ് ഈക്വൽ ടു -2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ -4 ദാറ്റ് ഈസ് -8. അടുത്തത് ബി എന്ന് വെച്ചാൽ 2, എ എന്ന് വെച്ചാൽ -2. എല്ലാ വാല്യൂസ് ഇത്രയും വാല്യൂ എടുത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ 0 മൈനസ് എഫ് ഓഫ് എ ആരാണ്? -8 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ 2 -2 അല്ലേ? സോ 2c ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് +8 ഡിവൈഡഡ് ബൈ 2 2s ആർ 2 മൈനസും കൂടെ അടുത്ത് വന്നാൽ ഈ മൈനസും അറിഞ്ഞ് ഇവിടെ വീഴുമെന്ന് വിചാരിച്ചോണം കേട്ടോ. ദാറ്റ് ഈസ് 4. സോ 2c ഈക്വൽ ടു 2 എന്ന് വന്നു. ദെൻ c ഈസ് ഈക്വൽ ടു 2/2. 2/2 മീൻസ് 1. അതായത് ഓപ്പൺ ഇൻ്റർവൽ -2നും +2നും ഇടയിലാണോ 1ൻ്റെ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മീൻ വാല്യൂ തിയറം എക്സിസ്റ്റ്. അതിൻ്റെ പൊസിഷൻ -2നും +2നും. ഇപ്പം നമ്പർ ലൈനിൽ ഇത് -2 -1 0 1 2 -1 ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ഇടയിലല്ലേ 1ൻ്റെ പൊസിഷൻ. സോ മീൻ വാല്യൂ തിയറം എക്സിസ്റ്റ് എന്ന് നമുക്ക് എഴുതാം. Find the absolute maximum value and absolute minimum value of f of x equal to 3x raised to 4 minus 8x cube plus 12x square minus 48x plus 25 in 0 1. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നും കൂടി എടുത്താൽ മതിയോ കേട്ടോ. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓർത്ത് പോവുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടെത്താം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് റേസ് ടു 4ൻ്റെ 4x ക്യൂബ്. അതായത് 12x റേസ് ടു 3 എന്ന് വരും.
മൈനസ് 8 കോൺസ്റ്റൻ്റ് ആണ് എക്സ് ക്യൂബിൻ്റെ 3x². അപ്പോൾ 8 3s are 24x² എന്ന് വരും. പ്ലസ് ഇവിടെ 12 കോൺസ്റ്റൻ്റ് ആണ് x²ൻ്റെ 2x വരും. സോ 12 24x മൈനസ് ജസ്റ്റ് 48 എന്ന് വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇംപ്ലൈസ് ദിസ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ടൈമിലും എന്താ 12ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഇതല്ല. അതുകൊണ്ട് നമുക്ക് 12 പുറത്തെടുത്താൽ അല്ലെങ്കിൽ 12 കട്ട് ചെയ്ത് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 12 കൊടുത്താൽ ഇത് എന്താവും? ഇത് x³ മൈനസ് 2x² പ്ലസ് 2x മൈനസ് 4 എന്ന് വരും അല്ലേ. ഇനി ഒരു സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമോ അല്ലെങ്കിൽ നിങ്ങൾ കോഎഫിഷ്യൻ്റ് ഒരേപോലുള്ളവരെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്താ x² പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? x മൈനസ് 2 എന്നും ഇവിടെ x2 പുറത്തെടുത്താൽ ഇവിടെ x മൈനസ് 2 എന്നും പറയും. ഈ രണ്ട് ടേമിൽ x മൈനസ് 2 കോമൺ ആയതുകൊണ്ട് x മൈനസ് 2 പുറത്തെടുത്താൽ ബാക്കി x² പ്ലസ് 2. ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്തെഴുതാം? x ഈക്വൽ ടു 2 എന്നൊരു വാല്യൂ കിട്ടുമല്ലോ. ഇവിടെ എക്സിന് കിട്ടിയ വാല്യൂ 2 ആണ്. അപ്പോൾ എന്തൊക്കെ വാല്യൂസാണ് നമുക്ക് കിട്ടിയത്? ഇൻ x ബിലോങ്സ് ടു 0, 3 ആൻഡ് 2 എന്ന വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിലാണ് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കിട്ടുന്നത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കണ്ടേ? നമ്മൾ എഫ് ഓഫ് 0 ചെയ്യണം, എഫ് ഓഫ് 2 ചെയ്യണം, എഫ് ഓഫ് 3 ചെയ്യണം. ഈ 3 വാല്യൂസ് ഈ ഫംഗ്ഷനകത്ത് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതിനാണോ കൂടുതൽ വാല്യൂ വരുന്നത് അത് മാക്സിമവും, ഏതിനാണോ മിനിമം വാല്യൂ വരുന്നത് അത് മിനിമം വാല്യൂ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഫ് ഓഫ് 0 ചെയ്ത് നോക്കാം. എഫ് ഓഫ് 0 ഈസ് എന്ത് ചെയ്യുക? എക്സിനെല്ലാം നമ്മൾ 0 ഇട്ട് കൊടുക്കുക കേട്ടോ. ദാറ്റ് ഈസ് 0 ഇത് മൈനസ് 0 പ്ലസ് 0 മൈനസ് 0 പ്ലസ് 25. എഫ് ഓഫ് 0യുടെ വാല്യൂ എന്താണ്? പ്ലസ് 25. അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്? എഫ് ഓഫ് 2 ചെയ്യണം. എഫ് ഓഫ് 2ൽ 3 ഇൻറ്റു 2² മൈനസ് 8 ഇൻറ്റു 2³ പ്ലസ് 12 ഇൻറ്റു 2² മൈനസ് 48 ഇൻറ്റു 2 പ്ലസ് 25. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2 2s are 4 3s are 12 മൈനസ് 8 8s are 64 4 12 48 മൈനസ് 96 പ്ലസ് 25. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എഫ് ഓഫ് 2ൻ്റെ ആൻസർ മൈനസ് 39 കിട്ടും. ദെൻ എഫ് ഓഫ് 3യും കൂടെ ചെയ്തേക്കാം. അതായത് 3 ഇൻറ്റു 3⁴ മൈനസ് 8 ഇൻറ്റു 3³ പ്ലസ് 12 ഇൻറ്റു 3² മൈനസ് 48 ഇൻറ്റു 3 പ്ലസ് 25. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 16 കേട്ടോ. അല്ല ഒന്ന് ചെയ്തേക്കാം. 3⁴ മീൻസ് 81 ഇൻറ്റു 3 243 9 27 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 216 പ്ലസ് 9 12 108 മൈനസ് 2 24 4 12 പ്ലസ് 2 144 പ്ലസ് 25. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ ഈസ് 16 കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂസ് നമുക്ക് എഴുതിയേക്കാം. ഏതൊക്കെയാണ് കിട്ടിയത്? 25 മൈനസ് 39 16. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ ആൻസർ? അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഏതിലേറ്റവും കൂടുതൽ വന്നത്? 25. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 25ഉം അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്താണ്? മൈനസ് 39. ഓക്കെ, ഇതാണ് മാക്സിമവും മിനിമവും വാല്യൂ കണ്ടുപിടിക്കാൻ പിടിയിട്ടില്ലേ? ഒരു ചോദ്യം, ഇൻ്റഗ്രേറ്റ് x² ഇൻറ്റു സൈൻ x³. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വലിയ പവർ വന്ന x³ പുട്ട് u ഈക്വൽ ടു x³ എന്ന് കൊടുക്കുക. ദെൻ du ഈക്വൽ ടു 3x² dx എന്നാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ x² dxന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുമല്ലോ. ഈ 3 ഒരു അധികപ്പറ്റായതുകൊണ്ട് ഈ 3നെ നമ്മൾ എന്ത് ചെയ്യണം? 1/3 du ഈക്വൽ ടു 3x² dx എന്നാവും. ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക? നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇൻ്റഗ്രൽ ഓഫ് സൈൻ x³ എന്ത് കൊടുക്കാം? സൈൻ u. x² dxന് നമുക്ക്
സോറി 3 ഇങ്ങോട്ടൊന്ന് 1/3 എക്സ് സ്ക്വയർ ഡി എക്സിന് 1/3 ഡി യു എന്ന് കൊടുക്കാമല്ലോ. സോ 1/3 ഡി യു. ഇവിടെ 1/3 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് 1/3 പുറത്തെടുത്താൽ സൈൻ യു ഡി യു എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് സൈൻ എന്ന് വെച്ചാൽ മൈനസ് കോസ് ആണ്. സോ 1/3 മൈനസ് കോസ് യു ഡി യു. അവസാനം യുടെ വാല്യൂ തിരിച്ചു കൊടുക്കുക. മൈനസ് 1/3 കോസ് എക്സ് ക്യൂബ് എന്നാവും. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി യു പോകും കേട്ടോ. കോസ് എക്സ് ക്യൂബ് പ്ലസ് ഇൻ്റഗ്രേഷനിൽ കോൺസ്റ്റൻ്റ് കൂടെ അഡീഷണൽ ആയിട്ടോ പ്ലസ് ചെയ്യുന്നതും കൊണ്ട് ലാസ്റ്റ് എഴുതണം. ഓക്കെ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1/1 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ നേരം 1 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് നമ്മൾ തിരിച്ച്, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ് സ്ക്വയറിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യാൻ നമുക്കറിയാം, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ -2 ആണ്. 2ൻ്റെ ഹാഫ് 1, 1ൻ്റെ സ്ക്വയർ 1 ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ മൈനസ് ചെയ്യുന്നു. ഓക്കെ, മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ രണ്ടും പ്ലസ് വരും, ഇവിടെ മൈനസ് ആട്ടോ, മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാറിപ്പോയി. ഓക്കെ, ദെൻ മൈനസ് ഓഫ് ഇതെന്ത് നമുക്ക് എഴുതാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഇവിടെ -2 എന്ന് എഴുതാം അല്ലേ. സോ -2നെ നമുക്ക് മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് √2 സ്ക്വയർ എന്ന് എഴുതാം. ഈ മൈനസിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ √2 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാമല്ലോ. സോ ഇനി നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇൻ്റഗ്രൽ ഓഫ് എങ്ങനെ എഴുതിയാൽ മതി? ഇൻ്റഗ്രൽ ഓഫ് 1/1 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് 1/√2 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ സ്പെഷ്യൽ ഫംഗ്ഷൻ അനുസരിച്ച് 1/a² മൈനസ് എക്സ് സ്ക്വയറിൻ്റെ റിസൾട്ട് ഉണ്ട്. 1/a² മൈനസ് എക്സ് സ്ക്വയറിൻ്റെ റിസൾട്ട് 1/2a 1/2 ഇൻറ്റു a ലോഗ് മോഡുലസ് ഓഫ് a പ്ലസ് ബി, അതായത് a ഇത് b ഇത് a പ്ലസ് ബി ഡിവൈഡഡ് ബൈ a മൈനസ് ബി പ്ലസ് സി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫൈനൽ ആൻസർ. അടുത്ത ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന ഒരു പാർട്സ് ഉപയോഗപ്പെടുത്തിയുള്ള പ്രോബ്ലമാണ്. ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ റിസൾട്ട് തന്നെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്, അതായത് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്, ദാറ്റ് ഈസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. സോ എക്സ് സ്ക്വയർ സൈൻ എക്സ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 കോമൺ പുറത്തെടുത്തു, അത് 2 കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തു, ബാക്കി എക്സ് സൈൻ എക്സ് നിൽക്കുകയാണ്. അവിടെ എന്ത് നമ്മൾ വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് വരും. സോ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ സൈൻ എക്സ് മൈനസ് ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? പ്ലസ് 2x കോസ് എക്സ് എന്ന് എഴുതാം. ഇവിടെ ഈ മൈനസ് ഇൻറ്റു മൈനസ് പുറത്ത് വരുമ്പോൾ പ്ലസ് വരും. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? 2 cos x. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റുമോ എന്ന് ഡൗട്ട് കേട്ടോ, ഒന്നുകൂടി ചെയ്യാം. ഇവിടെ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു
ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ക്ലിയർ അല്ലേ ഇവിടെ? അടുത്തത്, അപ്പോൾ ഇതാ ഈ 2 എന്ന് പറയുന്നത് ഈ ടേമിനും കോമൺ ആണ്, അത് മറന്നുപോലെ, അതാണ് ടീച്ചർക്ക് നമ്മൾ വിട്ടുപോയത്. -2 -2x cos x വരും, -× പ്ലസ് വരും. ഇനി -2 വരുമ്പോൾ +2 ഇൻ്റഗ്രൽ ഓഫ്, ഈ ഒരു മൈനസ് ഉണ്ട്, ഈ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി ഒരു മൈനസ് വരുള്ളൂ. -2 cos x-ൻ്റെത്, ഈ cos x-ൻ്റെ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ വേണം എഴുതിയിട്ട് പോകാം കേട്ടോ. x² sin x +2x cos x മൈനസ് cos x-ൻ്റെ ഇൻ്റഗ്രൽ sin x + c. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ. ഇനി ധാരാളം ടോപ്പിക്കുണ്ട്, ഞാൻ ഇത്രയും കൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് തീർക്കുകയാണ്. സെക്കൻഡ് പാർട്ടിൽ പരമാവധി പ്രോബ്ലംസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 പാർട്ടായിട്ട് നമ്മൾക്ക് എല്ലാ പ്രോബ്ലംസും തീർക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. കൂട്ടുകാർക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ.